കലോത്സവ നഗരിയിൽ പ്രതിഷേധവുമായി അധ്യാപകർ. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്നും നിയമനങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുമാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കലോത്സവം നടക്കുമ്പോൾ എയ്ഡഡ് അധ്യാപകർ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഭിന്നശേഷി അധ്യാപക നിയമനവും 1:1 എന്ന അനുപാതത്തിൽ നിയമനവും സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്താണ് നിങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്? നമ്മൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വരുന്ന അധ്യാപകരാണ്. നമ്മൾ KTCന്റെ സംഘടനയുടെ ഭാഗമായി നമ്മൾ ഇന്ന് കലോത്സവ നഗരിയിൽ അധ്യാപകർ ഏകദേശം 4 വർഷത്തിലധികമായി നിയമനാംഗീകാരത്തിന് വേണ്ടി പോരാടുകയാണ്. സർക്കാർ ഒരു തരത്തിലെ വിട്ടുവീഴ്ചയും നൽകുന്നില്ല. NSSന്റെ വിധി മറ്റുള്ള വിദ്യാലയങ്ങൾക്കും ബാധകമാക്കുന്ന സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും സർക്കാർ അതിന് വഴങ്ങുന്നില്ല. സർക്കാരിൻ്റെ നിരുത്തരവാദിത്തമാണ് നമ്മൾ ഇതിൽ കൂടെ കണ്ടത്. അത് പൊതുജനങ്ങളിലേക്കും മറ്റുള്ള ആൾക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ സമരം നല്ല രീതിയിൽ വളരെ മൗനമായി മറ്റുള്ള ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാതെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. കേരളത്തിൽ ഏകദേശം 25,000-ഓളം അധ്യാപകരാണിപ്പോൾ നിയമന അംഗീകാരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഭിന്നശേഷിയുടെ പ്രശ്നം, 1:1 പറഞ്ഞ അധിക തസ്തികയുടെ പ്രശ്നം, മറ്റു പല കാരണങ്ങൾ കൊണ്ട് അധ്യാപകരുടെ നിയമനങ്ങൾ ഈ 4 വർഷത്തിലധികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഈ ഒരു നിലപാട് നമ്മൾ സർക്കാരിനെ ഒരുപാട് തവണ കണ്ട് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് തികച്ചും നമ്മൾക്കെതിരായിട്ടാണ്. അപ്പം നമ്മൾ പറയുന്നത് NSSന് കിട്ടിയതുപോലെയുള്ള ഒരു ഉത്തരവ് ബാക്കിയുള്ള വിദ്യാലയങ്ങൾക്കും കൊടുക്കണമെന്നാണ്. നമ്മളൊക്കെ ഇവിടുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകർ ഇപ്പോഴും സമരത്തിലാണ്. സ്കൂളിലായാലും ഇവിടെ കലോത്സവ വേദിയിലായാലും മറ്റു നാടുകളൊക്കെ ഇനി സമരം മറികടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് വളരെ തിരിഞ്ഞൊരു നോട്ടമാണ് നോക്കിക്കൊള്ളുന്നത്. ബാക്കി കാര്യങ്ങൾ ഈ NSSന് നൽകിയിരിക്കുന്നത് അത് മറ്റ് സംഘടനകൾക്കും വേണം, മറ്റ് സമുദായങ്ങൾക്കും വേണമെന്നൊരു ആവശ്യങ്ങൾ. തീർച്ചയായും ഞങ്ങൾ നൽകിയ ഇളവ് ഞങ്ങൾക്ക് വേണം. വെറുതെ ഒരു വാക്കാൽ പറയുന്നതല്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി NSS ഓർഡർ പ്രകാരം ഇവർ അതേ പരമാവധി സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ഇവർക്ക് അപ്രൂവൽ കൊടുക്കണം. ഹൈക്കോടതി ഓർഡർ കണ്ട് 1 വർഷമായ ഓർഡർ ഞങ്ങൾ വാങ്ങിയിട്ട് പക്ഷേ ഹൈക്കോടതി ഉത്തരവ് ഈ സർക്കാർ ഇതുവരെ നടപ്പാക്കിയതില്ല. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മുൻ റൂളിംഗ്സ് ഉണ്ട്. ഇത് മറ്റുള്ളവർക്ക് ബാധകമാണെങ്കിൽ അത് എല്ലാവർക്കും അപ്ലിക്കബിൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വളരെ ലംഘനമാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. സർക്കാരെ വീണ്ടും ഈ പ്രശ്നം കൊടുക്കുന്ന ഉദ്ദേശത്തോടെ വീണ്ടും സുപ്രീം കോടതി പോയി അഫിഡവിറ്റ് ഫയൽ ചെയ്ത് നടപടി സ്വീകരിക്കും. നമ്മളൊരിക്കലും ഭിന്നശേഷി അവകാശങ്ങൾക്കെതിരല്ല. പറയുന്നത് പോസ്റ്റ് നീക്കി വെച്ചിട്ടുണ്ട്, അവരെ അതിന് നിയമിക്കാം, മറ്റ് ജനറൽ നിയമങ്ങൾ അംഗീകരിക്കാം. ഹൈക്കോടതി കൃത്യമായി അംഗീകരിച്ചു തന്ന കാര്യമാണ്. ഹൈക്കോടതി വിധികൾ ഞങ്ങൾക്ക് ഒരുപാട് വിധികൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ KCBക്ക് ഞങ്ങൾ KT ഒരുപാട് വിധികൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സർക്കാർ അംഗീകരിച്ചു തരുന്നില്ല. പറയുന്നത് നിങ്ങൾ സുപ്രീം കോടതി പോയി വിധി വാങ്ങിക്കൊണ്ടിരണം. അതായത് ഓൾറെഡി ഹൈക്കോടതി മൂലം വിധിച്ചൊരു സാധനം ഞങ്ങൾക്ക് സുപ്രീം കോടതി ചെയ്യാനാണ് സത്യം. അപ്പോൾ കേരളത്തെ 60% അധികം എയ്ഡഡ് മേഖലയിലെ 90% അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നതാണ് സത്യം. ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ടാണ് ഒരു സാഹചര്യം. ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ഇതിന് മുന്നേ സ്കൂളിലായാലും കോഴിക്കോടായാലും സത്യം കലോത്സവത്തിൽ നമ്മുടെ ലേഡി സ്റ്റാഫ് ജനസ്റ്റാഫിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ നിർബന്ധമായി പ്ലക്കാർഡുകളൊക്കെ അടക്കം പോലീസ് ഇപ്പോൾ പിടിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതി. അതാണ് സത്യം. ഈ നാട്ടിൽ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം പോലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നില്ല എന്നാണ് ഇവർ പ്രധാനമായും പരാതിപ്പെടുന്നത്. ഭിന്നശേഷി അധ്യാപകരുടെ നിയമനം അത് സമുദായത്തിന് അല്ലെങ്കിൽ ജാതി വിവേചനങ്ങൾക്ക് എതിരായി ഭരണഘടനാപരമായി യാഥാർത്ഥ്യമാക്കണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ഷാൻ റഹ്മാനോടൊപ്പം ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.